തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ പിണറായി വിജയനെതിരെയുള്ള ഏറ്റവും വലിയ വിമർശനമായിരുന്നു ഒരു സാധാരണപ്പെട്ട മനുഷ്യനെ പോലും തൻ്റെ മുഖ്യമന്ത്രി ഓഫീസിലേക്ക് കടത്തിവിടില്ല എന്നായിരുന്നു. പക്ഷേ ആ സാധാരണക്കാരെ കേൾക്കാത്ത, അല്ലെങ്കിൽ സാധാരണക്കാരെ കേൾക്കുന്ന വലിയ ജനപ്രിയനായിട്ടുള്ള മുഖ്യമന്ത്രി എന്നുള്ളൊരു പട്ടമൊക്കെ കൊടുക്കുന്ന സാഹചര്യത്തിൽ ഈ പിണറായി വിജയൻ്റെ വീടിൻ്റെ മുന്നിൽ കിടക്കുന്ന ഒരു വാഹനമുണ്ട്. നമുക്ക് തന്നെ കണ്ടാൽ സങ്കടം തോന്നും. 10 വർഷമായിട്ട് അവിടെ പോലീസുകാർക്ക്, അതായത് കാവൽ നിൽക്കുന്ന പോലീസുകാർ ജീവിക്കുന്നതും അതായത് ഉടുത്ത് കിടക്കുന്നത് ആ പോലീസ് ജീപ്പിനകത്താണ്. തകർന്നൊരു പോലീസ് ജീപ്പും കാവൽ നിൽക്കാൻ പോലീസുകാരും. ഇതായിരുന്നു യഥാർത്ഥത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഇത്ര വലിയ ജനപ്രിയങ്കരനായിട്ടുള്ള ജനകീയ, അല്ലെങ്കിൽ സാധാരണപ്പെട്ടവൻ്റെ മനസ്സ് മനസ്സിലാക്കുന്ന മുഖ്യമന്ത്രി. നമുക്ക് പിണറായി വിജയൻ്റെ വീട് എന്ന് പറയുന്നത് പാർട്ടി ഗ്രാമത്തിനുള്ളിലാണ്. അപ്പോൾ ഈ പാർട്ടി ഗ്രാമത്തിനുള്ളിൽ പിണറായി വിജയൻ്റെ വീടിന് കാവലിന് പോലീസ് വേണോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്ന് സഖാക്കന്മാർ പറയും. ഞങ്ങളുടെ പിണറായിയെ കാക്കാൻ ഞങ്ങൾക്കറിയാമെന്ന് സഖാക്കന്മാർ പറയുന്നൊരു സാഹചര്യമുണ്ട്. നോക്കൂ, ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളതോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എന്നുള്ളതോ, അതോ 10 കൊല്ലം മുമ്പുള്ള പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ എന്നുള്ളതോ കൊണ്ട് മാറ്റിവെക്കണം. മനുഷ്യരായ പിണറായി സ്വദേശിയായ ഒരു വിജയനും അദ്ദേഹത്തിൻ്റെ ഭാര്യ കമലച്ചേട്ടത്തിയും അദ്ദേഹത്തിൻ്റെ മക്കളായ കിരണും വീണയും, അപ്പോൾ ഈ 4 പേരും അവരുടെ കുടുംബവും താമസിക്കുന്ന വീട്. വല്ലപ്പോഴുമാണല്ലോ ഇവർ എറണാകുളത്തേക്കൊക്കെ, അല്ല കണ്ണൂരേക്ക് ചെല്ലാറുള്ളത്. ഇവർ തിരുവനന്തപുരത്താണ് താമസം. ഇവരുടെ മക്കളൊക്കെ പുറം രാജ്യത്ത് പഠിച്ചവരാണ്, പുറം സംസ്ഥാനങ്ങളിൽ പഠിച്ചവരാണ്. അപ്പോൾ സ്വാഭാവികമായും വല്ലപ്പോഴുമാണ് ആ വീട്ടിലേക്ക് ചെല്ലുന്നത്. ആ ഒരു മനുഷ്യനായ ഒരു വിജയന്റെ വീടിന് കാവൽ നിൽക്കാൻ വരുന്ന പട്ടികൾ, പോലീസുകാരെ നിങ്ങൾ മാറ്റി നിർത്തുക. ഒരു പട്ടിയെ വളർത്തുകയെന്ന് വെച്ചു ഒരു വീട്ടിൽ, ആ പട്ടിക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു നല്ല വീട്ടിലുണ്ടാവില്ലേ? ഇത് 2 നിലയ്ക്ക് വാർത്ത ഒരു മനോഹരമായ വീടാണ്. പണ്ട് പിണറായി വിജയന്റെ കൊട്ടാരം എന്നൊക്കെ പറഞ്ഞ് വേറെ എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട്. ആ വീട്ടിലൊരു പട്ടിയെ വളർത്തിയാൽ ആ പട്ടിക്ക് താമസയോഗ്യമായ ഒരു കൂടും, അതിന് ആഹാരം കഴിക്കാൻ ഒരു പാത്രവും, സമയാസമയങ്ങളിൽ അതിൻ്റെ പ്രാഥമിക കർത്തവ്യങ്ങളായ അപ്പിയിടലും മുള്ളലും അടക്കമുള്ള കാര്യങ്ങൾക്ക് തുറന്നു വിടുകയും അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കില്ലേ ഒരു വീട്ടുകാർ? കൊടുക്കില്ലേ? ഇവിടെ പഠിച്ച് PSC റാങ്ക് ലിസ്റ്റിൽ കയറിയ, സർക്കാർ സർവീസിൽ കയറിയ, യൂണിഫോം ഇട്ട, ഈ നാട്ടിലെ മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ വേണ്ടി സത്യപ്രതിജ്ഞ ചെയ്ത് കയറിയ കേരള പോലീസിനെ ഭരണത്തിന്റെ മറ പിടിച്ച് പട്ടിയേക്കാൾ മോശം അവസ്ഥയിൽ ഇട്ടേക്കുക എന്ന് പറഞ്ഞാൽ ആലോചിച്ചു നോക്കൂ. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ സമയത്ത് വേനൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ കഴിഞ്ഞു പോയ ഒരു 3-4 മാസക്കാലം കടുത്ത ചൂടിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഈ വാർത്ത ഞാൻ ആദ്യമേ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് വർക്ക് ചെയ്യുന്നൊരു വാഹനമാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കടുത്ത ചൂടിൽ ഇത് സ്റ്റാർട്ട് ചെയ്ത് AC ഒക്കെ ഇട്ട് കിടക്കാൻ പറ്റുമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പിന്നീടാണ് തുടരെ വാർത്തകൾ വന്നപ്പോൾ ബാറ്ററി അഴിച്ചു വെച്ച് 10 വർഷമായി കൊണ്ടിട്ട് പ്രവർത്തനരഹിതമായൊരു വാഹനം, ഇതിനു വേണ്ടി കൊണ്ടിട്ടതിന് ശേഷം പ്രവർത്തിക്കാതായി പോയൊരു വാഹനം, അതിനുള്ളിലാണ് ഈ പാട്ടത്തകിടടിച്ച വണ്ടിയാണ്. ടാറ്റ സുമോയാണ് വണ്ടി. നല്ല തകിടടിച്ച വണ്ടിയാണ്, ക്വാളിറ്റിയുള്ള തകിടുള്ള വണ്ടിയാണ്. ഇതിലടിക്കുന്ന ചൂട് സഹിച്ചാണ് ഈ പോലീസുകാർ അതിനകത്തിരിക്കുന്നത്. ഈ പിണറായി വിജയന്റെ വീട്ടിനകത്ത് അവിടെ കാർപോർച്ച് ഉണ്ടാവുമല്ലോ, ആ കാർപോർച്ചിൽ 4 കസേര ഇട്ട് കൊടുക്കാൻ ഇതുങ്ങൾക്ക് കഴിയുന്നില്ല. ഇവര് വീട്ടിലൊന്നും ഇല്ലല്ലോ, ഇവർ തിരുവനന്തപുരത്തല്ലേ. ആ വീടിന് കാവൽ നിൽക്കുന്ന ഇവർ പട്ടിയെ പോലെങ്കിലും കാണണ്ടേ ഈ പോലീസുകാരെ? പട്ടിയെ പോലെങ്കിലും. അല്ലെങ്കിൽ അവർക്ക് ആ കാർപോർച്ചിനകത്തെങ്കിലും ഒരു സംവിധാനം ഒരുക്കി കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ആ വീടിന്റെ മുറ്റത്തൊരു സംവിധാനം ഒരുക്കി കൊടുക്കണ്ടേ? മനുഷ്യത്വരഹിതമായ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയെ കേസെടുക്കണം ഈ വിഷയത്തിൽ. അതാണ് സത്യം പറഞ്ഞതിന്റെ ആവശ്യം. ബാക്കിയുള്ളതൊക്കെ അവിടെ നിൽക്കുക. അവർ പോലീസുകാരെന്നുള്ള പ്രയോറിറ്റിയും അവരുടെ ഇതൊക്കെ വിടട്ടെ. ഇനി ഇതിനെ കൊട്ടിഘോഷിക്കുന്ന മാധ്യമങ്ങളുണ്ടല്ലോ, മറ്റേ റിപ്പോർട്ടർ TV, മാതൃഭൂമിയും, ഏഷ്യാനെറ്റും, മനോരമയും, മംഗളവും, അങ്ങനെ ഏതൊക്കെയാണോ ആ ചാനലുകാരോടൊക്കെ ചോദിക്കാറുള്ളത്. ഇപ്പം എന്താ ചോദിക്കുക, നിങ്ങളല്ലേ, ഞങ്ങൾ ഇതൊന്നും പോയി കാണുന്നില്ലല്ലോ, നിങ്ങളുടെ റിപ്പോർട്ടർ കണ്ണൂരുണ്ടായിരുന്നില്ലേ? നിങ്ങളുടെ പ്രതിനിധികൾ ഈ മേഖലകളിൽ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ ഇത് ഭരണം മാറിയപ്പോൾ പിണറായി വിജയനോടുള്ള പേടി മാറിയോ? എന്തേ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല? ഇതെങ്കിലും ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന്റെ വീടിന്റെ മുന്നിലായിരുന്നെങ്കിലോ? പണ്ട് ശക്തൻ അദ്ദേഹത്തിന്റെ ചെരുപ്പിന്റെ വാറ് കെട്ടിക്കൊടുത്തു എന്നും പറഞ്ഞ്, എന്തുമാത്രം അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വാറ് കെട്ടിക്കൊടുത്തു എന്നും പറഞ്ഞ് എന്തൊക്കെ കാണിച്ച നാട്ടിലാണ്? കേരളത്തിന്റെ ആഭ്യന്തരം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രിയുടെ വീട്ടുമുന്നിൽ 10ഓളം പോലീസുകാരെ, ഒരു SI അടക്കമുള്ളവരെ പട്ടിക്ക് സമമാരായി ഡ്യൂട്ടി ചെയ്യിപ്പിക്കുന്നു. എന്തിനാ? കക്കുസിപ്പാൻ, പച്ചക്ക് പറയാം, അപ്പിയിടാൻ പോകാൻ സൗകര്യമില്ല. ഇന്നാൾ വരെ അയൽവക്കത്തെ വീടുകളിൽ, ആ വീട്ടിലല്ല, അയൽവക്കത്തെ വീടുകളിലാണ് പൊയ്ക്കൊണ്ടിരുന്ന ഈ പോലീസുകാർ. ഇപ്പൊ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ടി വരും, ഇങ്ങനെയുള്ള ഡ്യൂട്ടികളൊക്കെ ചെയ്യേണ്ടി വരും. അത് വല്ലപ്പോഴും ഇതൊരു 10 പേരോളം ഡെയിലി ഡ്യൂട്ടിയാണെന്ന് ഇത്.
മാറിയും തിരിഞ്ഞും ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നെങ്കിൽ അവിടെ ചെയ്തിട്ടുള്ളത് പിണറായി വിജയന് ദേഷ്യമുള്ള പോലീസുകാരെ ഇടാൻ വേണ്ടിയിട്ട്, പോലീസ് അസോസിയേഷനൊക്കെ ആയിരുന്നല്ലോ ഇത്രയും കാലം തീരുമാനിച്ചുകൊണ്ടിരുന്നത് ആരെ വെക്കണം എന്ന്. അങ്ങനെയുള്ള ഇപ്പോൾ UDF അനുകൂലമായിട്ട് നിൽക്കുന്ന സംഘടനയിൽ നിൽക്കുന്ന പോലീസുകാരെ കൊണ്ടിടാൻ, പണി കൊടുക്കണമല്ലോ, പണി കൊടുക്കാൻ പറ്റിയ നല്ല പണിയാണ് എന്ന് പറഞ്ഞ് കൊണ്ടിട്ടതായി. ഈ കേരള പോലീസിൽ പലരും ആത്മഹത്യ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ഇവന്മാർക്ക് എന്ത് സർക്കാർ ജോലി കിട്ടുന്നു, പിന്നെ കാക്കിയിട്ട് നടക്കുന്നു, ആളുകളെ വിരട്ടുന്നു. ഇതുപോലൊരു വൃത്തികെട്ട പണിയായിരുന്നു ഈ കേരള പോലീസിലുണ്ടായിരുന്നതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒരു വീട്ടിൽ കാവൽ നിൽക്കുന്ന പട്ടികൾക്ക് കിട്ടേണ്ടുന്ന വില പോലും ആ നാട്ടിൽ ജോലി ചെയ്യുന്ന പോലീസുകാർക്ക് ഇത്ര റെസ്പെക്റ്റാണ് ഞാൻ പറയുന്നത്. മനുഷ്യരാണോ ഇവർ, ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നവർ, അല്ലെങ്കിൽ ആ വീടിൻ്റെ ഉടമസ്ഥർ? അത് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ പാർട്ടി നേതാവോ ആരോ ആവട്ടെ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, എൻ്റെ വീട്ടിൽ, ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഒരു ഭിക്ഷ എടുക്കാൻ ഒരാൾ വരികയാണെന്ന് വെച്ചോ, ഉറപ്പായിട്ടും നമ്മൾ അവരോട് ചോദിക്കില്ലേ, പൈസ കൊടുത്തു നമ്മളവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ വല്ലതും കഴിച്ചോ? ചോദിക്കാറുണ്ട്. അതെ, ചോദിക്കാറുണ്ട്. ഞാനിപ്പോൾ താമസിക്കുന്നതായാലും നാട്ടിലെ ജോലിയിലായാലും നമ്മുടെ വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു വാഹനം കേടായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കാറില്ലേ? പക്ഷെ നാട്ടിൻപുറത്തെ വീടുകളിൽ, എറണാകുളത്തൊക്കെ അത് വിശ്വസിച്ച് ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും നാട്ടിൻപുറത്തെ വീട്ടിലാണെങ്കിൽ നമ്മളിത് ഉറപ്പായിട്ടും ചെയ്യും. നമ്മുടെ വീടിൻ്റെ മുന്നിൽ വെച്ചൊരു വാഹനം കേടായി, ഒരു ഫാമിലിയാണ്, അവർക്ക് നമ്മൾ വീട്ടിനുള്ളിലേക്ക് വിളിച്ചിരുത്തും, അവർക്ക് വെള്ളം കൊടുക്കും, കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇതൊക്കെ ചെയ്തു കൊടുക്കില്ലേ? ചെയ്തു കൊടുക്കും. ഇത് 10 വർഷക്കാലം ആ കുടുംബത്തിനും ആ വീടിന് സംരക്ഷണം എടുക്കാൻ വന്ന പോലീസുകാരെ വഴിയിൽ ഒരു ചൂട് ചേമ്പറിനകത്ത് അടച്ച അവസ്ഥയായിരിക്കില്ലേ ഈ ടാറ്റാ സുമോയിൽ ഇങ്ങനെ കിടക്കുക? അതിന്റെ വലത്തെ സൈഡിലെ ഡോറ് തുറക്കാൻ പറ്റത്തില്ല, മതിലിനോട് ചേർന്നിട്ടേക്കുക. അതിനേക്കാൾ അപ്പുറത്തേക്ക് ആ നാട്ടുകാരുടെ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം ലംഘിച്ചേക്കാണ്. അവിടെ ഒരു പഞ്ചായത്ത് വഴി എന്തോ ആണ്, അതിന്റെ പകുതിയോളം ഈ ജീപ്പ് ഒരു വളവിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടേക്കുവാണ്. 10 വർഷക്കാലം. ഇവനെങ്ങാനും ജയിച്ചു പോയായിരുന്നെങ്കിലും ഇനിയും 5 വർഷം ഈ പോലീസുകാർ ഇട്ടിരിക്കണം. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോടെയാണ് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിന്റെ വീടിന് നിങ്ങൾ സെക്യൂരിറ്റി ഏർപ്പെടുക. അത് പോലീസുകാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിന് പിൻവലിക്കണം കേട്ടോ. എന്നിട്ട് ആ വണ്ടി ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണെങ്കിൽ ഇത് നശിപ്പിച്ചതിന് അതുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണം. അതെ, അവരുടെ കയ്യിൽ നിന്ന് തന്നെ പണം ഈടാക്കണം. പിന്നെ അല്ലാതെ ഇത് എന്തോന്ന് പരിപാടിയുടെ ഒന്ന് ആലോചിച്ചു നോക്ക്. നമ്മൾ വെള്ളാപ്പള്ളി ഗണേശന്റെ വീടിന്റെ മുന്നിലൂടെയൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തിന് മറ്റേ സുരക്ഷ ഉള്ളതുകൊണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അവർക്കൊക്കെ പ്രത്യേകം അതിനകത്ത് സെക്യൂരിറ്റി റൂമൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റോറി നമ്മൾ വാർത്തയിലൂടെ കാണുമ്പോൾ തന്നെ ഒരു സാധാരണ മനുഷ്യനുണ്ടാകുന്ന ഒരു വിഷമമുണ്ട്. ആ 10 കൊല്ലം പോലീസുകാർ അനുഭവിച്ച ആ വിഷമം ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ചൂടത്തും മഴയത്തും എല്ലാം വീട്ടിലേക്ക് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ടെന്താ, ആ പോലീസ് ജീപ്പിനകത്തിരുന്ന് ചൂടും മഴയും എല്ലാം കൊണ്ട് അതിനകത്തിരിക്കുന്ന അവസ്ഥ. ആ ടയറ് പോലും, അതോ അവിടെ താമസമില്ലാത്ത അവന്റെ വീടിന് ഒരാളുടെ വീടിന് കാവല് കിടക്കുക. സത്യം പറഞ്ഞാൽ ഈ പോലീസിൽ ചേരണമെന്ന് തോന്നിയ ബുദ്ധി ഉണ്ടാവുമല്ലോ, ഈ ട്രസ്റ്റ് എഴുതാൻ തോന്നിയ ബുദ്ധി, ആ നിമിഷങ്ങളെ അയാൾ പ്രാഗ് തീർത്തിട്ടുണ്ടാവും അവിടെ ഡ്യൂട്ടി ചെയ്ത പോലീസുകാര്. 10 കൊല്ലം ഒരേ പോലീസ് പിണറായി വിജയന്റെ വീടിന് മുന്നിൽ ഡ്യൂട്ടി ചെയ്ത ഏതെങ്കിലും പോലീസുകാരെ പരിചയമുണ്ടെങ്കിൽ ഞാൻ നമ്പർ എന്താണ്, ഇതൊരു സിനിമാ കഥയാക്കാൻ പറ്റും, ഒരു അവാർഡ് പടം ആക്കാൻ പറ്റുന്ന സാധനമാണ്. ജീവിതത്തിന്റെ 10 കൊല്ലങ്ങളാണ് ആരുമില്ലാത്ത വീടിന് വേണ്ടി കാവല് നിൽക്കാൻ. തക്കാളി പെട്ടിക്ക് ഗോതവിന്റെ കൂട്ടെന്ന് പറയുന്നുണ്ടായി. അവന്റെ വീടൊക്കെ വീടൊക്കെ ആരാക്രമിക്കാനാണ്? ആരുമില്ല. അവിടെ കുറെ പോലീസുകാരെ കൊണ്ടുവന്ന് നാട്ടിൽ ജാട കാണിക്കാൻ വേണ്ടി ഇതിട്ട് കന്റോൺമെന്റ് ഹൗസിന്റെ ചുറ്റുമുള്ള വഴികൾ മൊത്തം കെട്ടി അടച്ച് പോലീസ് ഹെഡ് പോസ്റ്റുകൾ വെച്ചു. പുതിയ മുഖ്യമന്ത്രി വന്നിരുമ്പോൾ ഇതൊക്കെ മാറ്റും. ഇയാൾ ആരുവാ? അവസാനം ചെന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ സിമന്റ് തറയിൽ പോയി ഇരിക്കേണ്ടി വന്നില്ലേ? ഇത്രേ ഉള്ളൂ മനുഷ്യൻ. ഇത് ഇനി വരുന്ന രാഷ്ട്രീയ പ്രവർത്തകരും കൂടി നോക്കേണ്ടുന്ന കാര്യമാണ്.